നമസ്കാരം. ട്രാവൽ ഫ്രീക്കിൻ്റെ ഇന്നത്തെ യാത്ര കകനിക്കോട്ടെ നാഷണൽ പാർക്ക് അഥവാ കബനി സഫാരിയിലേക്കാണ്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് വയനാട് മാനന്തവാടി ബാവലിക്കാടിലൂടെയാണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് യൂനസ്, മോരഴക്കൻ യൂനിസാണ്. എൻ്റെ എല്ലാ യാത്രകളും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന നല്ലൊരു സഹയാത്രികനും നല്ലൊരു സഞ്ചാരിയാണ് കേട്ടോ യൂനസ്. എൻ്റെ യാത്ര ഏപ്രിൽ മാസം ആയതിനാൽ മൊത്തം ഒരു വരണ്ട കാലാവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ബാവലി ഫോറസ്റ്റ് മൺസൂൺ സമയങ്ങളിൽ അടിപൊളിയാണ് യാത്ര ചെയ്യാൻ. ഈ യാത്രയിൽ വളരെ പൊടിപടലങ്ങളും വയറുകളെല്ലാം വരണ്ട് കിടക്കുന്നതായിട്ട് കാണാം. ഇതാണ് കേട്ടോ കബനി സഫാരിയുടെ സഫാരി സെൻറ്റർ. ബോർഡ് എഴുതിയിരിക്കുന്നത് കകനക്കോട്ടെ സഫാരി എന്നാണ്. ഞങ്ങളുടെ യാത്ര വീക്കെൻഡിലല്ല, വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് തിരക്കുകൾ വളരെ കുറവാണ്. എപ്പോഴും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും യാത്ര അനുയോജ്യം. തിരക്കുകൾ വളരെ കുറവായിരിക്കും. ഇതാണ് നമുക്ക് യാത്ര ചെയ്യേണ്ട വാഹനം. ആദ്യം യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനമൊക്കെ അടച്ചു കെട്ടി ഗ്ലാസ് ഇട്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഒന്ന് പരിഷ്കരിച്ച് അടിപൊളിയായി നല്ല കാഴ്ച കിട്ടുന്ന രീതിയിൽ ബസ് അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റുകളും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് സഞ്ചാരികൾ വളരെ കുറവാണ്. ഇവിടെ എങ്ങനെ ഈ യാത്ര എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കഴിവതും ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഓഫ്ലൈനിലും ടിക്കറ്റ് കിട്ടുമെങ്കിലും അതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഓൺലൈനിൽ ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബസ്സിന് 1236 രൂപയും ജീപ്പിന് 1900 രൂപയാണ് ചാർജ് വരുന്നത്. സഫാരി തുടങ്ങുമ്പോൾ ഗൈഡ് എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ട കുറേ നിർദ്ദേശങ്ങൾ യാത്രയിൽ എങ്ങനെയിരിക്കണമെന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ നിർദ്ദേശങ്ങൾ. അങ്ങനെ ഞങ്ങൾ കബനി ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ യാത്ര കയറി. ഈ കാണുന്ന കുളത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾക്ക് ലെപ്പേഡിനെ കിട്ടിയത്. കാട് യാത്ര ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സ്ഥാനങ്ങളാണ് വാനരന്മാർ. എന്തായാലും ആദ്യത്തെ നമുക്ക് വാനരന്മാരെയും കണ്ട് യാത്ര തുടരുകയാണ്. എന്തായാലും കബനി യാത്ര എന്ന് പറയുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ആഗ്രഹം ടൈഗറിനെ കാണുക എന്നുള്ളതാണല്ലോ. ഇതിനു മുമ്പ് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ടൈഗറിനെ ഇതുവരെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ യാത്രയിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരും സന്തോഷവാന്മാരുമാണ്. കാരണം ഞങ്ങൾക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ മാത്രമല്ല, കിങ് ഓഫ് കബനി എന്ന് പറയുന്ന കബനിയുടെ കട്ട്ലിപ്സിനെയും കൂടി ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. ഞങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായൊരു കാര്യം എന്ന് വെച്ചാൽ കൊണ്ടുപോയ ക്യാമറ ഞങ്ങൾക്ക് പണി തന്നെന്നുള്ളത്. ഞങ്ങളുടെ ഈ യാത്ര ഷൂട്ട് ചെയ്യുന്ന iPhone 14 അപ്പോൾ അതിനേതായ പരിമിതികളും സൂമിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ സഫാരി യാത്രയിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും നമ്മുടെ ഗൈഡും നമ്മൾ എത്രത്തോളം ആനിമൽ സൈറ്റിങ് കിട്ടാൻ അത്രയും അവർ എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ പോക്ക് കണ്ടില്ല എത്രത്തോളം സ്പീഡിലാണ്. കാരണം വാട്സപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നു ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്നോ. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഏതെങ്കിലും വാഹനത്തിന് ടൈഗറിനെ സ്പോട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഇൻഫർമേഷൻ കൊടുക്കുകയും ആ വാഹനങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇതാ കിടക്കുന്നു, നമ്മൾ അന്വേഷിച്ച് കണ്ട മുതൽ. എത്ര നാളത്തെ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ടൈഗറിനെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ കിട്ടുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ സന്തോഷമൊക്കെ നമ്മളിലുണ്ട്. ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഏപ്രിൽ മാസം ആയതിനാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു കാഴ്ച ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. എന്നാലും ഒന്ന് പോയി കളയാമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ആ യാത്ര വെറുതെ ആയില്ല. ആളൊരു ഫീമെയിലാണ്. എവിടുന്നോ വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ചുള്ള വന്ന് കിടപ്പാണ്. കാരണം ഇതിന് ചുറ്റും കാട്ടാനക്കൂട്ടവും മാൻകൂട്ടവും ഒക്കെ ഇതിന് ചുറ്റുമുണ്ട്. ഇതിന് ബാക്കിൽ ഫ്രെയിമിലൊന്ന് നോക്കിയാൽ കാണാം ഒരു ആനക്കൂട്ടം തന്നെ കാണാം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു കൂട്ടം മാനുകളുണ്ട് കേട്ടോ. പക്ഷേ അതൊന്ന് സൂം ചെയ്ത് ക്യാമറയിൽ പകർത്താനൊന്നും പറ്റാത്തതിൻ്റെ വിഷമം വേറൊന്നും തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു സൈറ്റിങ്
ഇവനെ കിട്ടിയിട്ട് അത് അതിൻ്റെതായ രീതിയിൽ മുതലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള പ്രയാസം മനസ്സിലുണ്ട്. ഞങ്ങൾ സഫാരിയുടെ ഭൂരിപക്ഷം സമയവും ഇവൻ്റെ നീക്കങ്ങളും ഇവനൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. നമുക്ക് ഇവരെയൊക്കെ ഇവരുടെ ആവാസ വ്യവസ്ഥയും അത് കാട്ടിൽ ഇങ്ങനെ ഒന്ന് കാണാൻ കിട്ടുക എന്ന് പറയുന്നതും ആ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വൈബും ആ ഒരു ഇതൊക്കെ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സഫാരി യാത്രയിൽ ആ ഡ്രൈവറുടെയും ആ വാച്ചറേയും അവർക്ക് എത്രത്തോളം ആ യാത്ര നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി എന്തൊക്കെ അവർ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു തരുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് അവർ നമുക്കൊന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട് കേട്ടോ. എൻ്റെ ഈ വണ്ടിയിലുള്ള സഹയാത്രികളെല്ലാം കടുവയെ കണ്ട് ആവേശമൊക്കെ എല്ലാവർക്കും മടുത്തു. കാരണം വന്നപ്പം മുതൽ ഈ കിടപ്പാണല്ലോ. അതൊന്ന് എഴുന്നേക്കും ഒന്ന് നടക്കുന്നതിനൊക്കെ വേണ്ടി ഏറെ നേരം ഞങ്ങൾ പനിപ്പെട്ടെങ്കിലും ഏകദേശം എല്ലാ യാത്രികരും അവരുടെ സീറ്റിൽ പോയി മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച, കടുവ മുന്നിലും മറ്റു സഹയാത്രി മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു രസകരമായ കാഴ്ച ഞാൻ കണ്ടു. പക്ഷെ അതെനിക്ക് മൊബൈൽ പകർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയതാണ്. തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ മാൻകൂട്ടം നമ്മുടെ ആശാനെ കണ്ടിട്ട് അലാങ്കോളിൽ നിന്നു കേട്ടോ. ആ അലാങ്കോൾ അവൻ്റെ ഉറക്കത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യണത്. അങ്ങനെ തല പൊക്കി ആശാനൊന്ന് നോക്കി. അതിൻ്റെ ഇടയിൽ എല്ലാവരുടെയും ശ്രദ്ധ കടുവയിലായതുകൊണ്ട് തൊട്ട് പുറകിൽ നമ്മുടെ ഗ്രേ ലങ്കൂറിൻ്റെ ഒരു കൂട്ടം തൊട്ട് പുറകിലുണ്ട്. കുഞ്ഞുകുട്ടി പരാജയങ്ങളൊക്കെ ആയിട്ട് റോഡിന് നടുക്കിരുന്ന് എന്തോ സമ്മേളനമോ മീറ്റിങ്ങോ കൂടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവയെ ആരും ഒന്നും മൈൻഡ് വെക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. അവനൊന്ന് എഴുന്നേറ്റ് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് അവൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്ത ആ മാൻകൂട്ടത്തെ ഇങ്ങനെ നോക്കിയിരിക്കുക. അവൻ എഴുന്നേറ്റ് വന്ന് ഒന്ന് ചാർജ് ചെയ്തു അവറ്റകളെ. ആ ചാർജ് അതിൻ്റെ ഇരിപ്പുമ്പോൾ പൊസിഷനിൽ നോക്കിയ ഇതൊക്കെ ഒന്ന് അടുത്ത് കാണിക്കാനായിട്ടുള്ള ക്യാമറ ഇല്ലാഞ്ഞത് ഭയങ്കര പ്രയാസമായിപ്പോയല്ലോ. അങ്ങനെ അവൻ്റെ ചാർജ് ചെയ്ത് അവൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്ത അവറ്റകളൊക്കെ ജീവനും കൊണ്ട് തന്നെ ഓടി. അങ്ങനെ വീണ്ടും ആശാൻ അവിടെ തന്നെ ഒന്ന് ഇരുന്നു. കുറച്ച് നേരം ആ ഇരിപ്പിരുന്നു കേട്ടോ. അതിനുശേഷം അവൻ ആ വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു നടപ്പുണ്ടെന്ന് കണ്ടേ. തൊട്ടടുത്ത് കാണുന്നൊരു ചെറിയൊരു കുളം പോലൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്തോട്ട് അളിയൻ പോയി ആ വെള്ളം കുടിച്ച് അതിനുശേഷം ഒന്ന് കുളിച്ച് നനച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നൊരു സീനുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടൊരു കാഴ്ച തന്നെയാണ് എനിക്ക് ഇന്ന് കബനി സഫാരി ഞങ്ങൾക്ക് നൽകിയത്. എന്തായാലും ഞങ്ങൾ ഒരു വരയിൽ കൂടി വരും. എന്തായാലും കബനി ഞങ്ങൾക്ക് ഈ യാത്ര നൽകിയ ഒരു ആവേശം ഇനി എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചൊരു വരയിലെ കൂടി വരിക തന്നെ ചെയ്യട്ടോ. എന്നാൽ അവൻ്റെ കുളിയൊക്കെ ഒന്ന് നോക്കി ഏറെ നേരം കണ്ടു. അതും ഞങ്ങൾക്ക് ഏറെ നേരം കാഴ്ചയൊക്കെ തന്നവൻ. അതിനുശേഷം ആശാൻ വളരെ റിലാക്സായി ഞങ്ങളുടെ വാഹനത്തിൽ നേരെ നടന്നു വന്നു. എൻ്റെ അടിയിലൊരു ചെറിയൊരു ബ്രിഡ്ജ് പോലെയാണ്. എൻ്റെ അടിയിൽ കൂടെ കയറി അവൻ്റെ കാര്യം നോക്കി അങ്ങ് പോയട്ടോ. കടുവയുടെ ജീവിത രീതികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാട് സമയമാണ്. ഈ 12 മിനിറ്റ് വീഡിയോയിലൊക്കെ അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാഴ്ചകൾ മാത്രം കേട്ടോ നിങ്ങൾക്ക് പകർന്ന് നൽകിയിട്ടുള്ളത്. പ്രതീക്ഷകളില്ലാതെ ഇരുന്ന ഞങ്ങളുടെ യാത്രയായിരുന്നു കേട്ടോ ഇത്. പക്ഷെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കബനി നൽകി. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പിന്നെ തൊട്ടടുത്ത് കാണാം ഒരു ആനക്കൂട്ടം. ആ വരണ്ട ആ കാട്ടിൻ്റെ അകത്തൂടെ അവറ്റകളുടെ ആ യാത്ര കണ്ടു. അതായത് കുഞ്ഞും
തള്ളയൊക്കെ ആയിട്ടുള്ള യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവറ്റകളുടെ ആവാസ വ്യവസ്ഥയിൽ അവറ്റകൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ നമുക്ക് വല്ലാത്തൊരു കാഴ്ചകൾ തന്നെ, നല്ല ഒരു കാഴ്ച കൗതുകം തന്നെ കേട്ടോ നമുക്ക് നൽകുന്നത്. ബന്ധനങ്ങളില്ലാതെ, ശാസനകളില്ലാതെ അതിനിഷ്ടമായി സ്വൈര്യവാഹനം നടത്തി അതിന് ഇട നേടി നടക്കുന്ന ആ കാഴ്ച ഉണ്ട്. നാഗർഹോളെ ടൈഗർ റിസർവ്.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് കബനി സഫാരി ബുക്ക് ചെയ്യാം. അതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സഫാരി മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഇൻഫർമേഷൻ നമ്മുടെ ഡ്രൈവർക്ക് കിട്ടുന്നത്. കബനിയുടെ കിങ് ഓഫ് കബനിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഡ്രൈവർ ഒന്നും നോക്കിയില്ല, ബാക്കിൽ കാണാം വണ്ടിയുടെ യാത്രയുടെ സ്പീഡും ആ പൊടിപൊട്ടങ്ങളൊക്കെ. നേരെ കിങ് ഓഫ് കബനി എന്നറിയപ്പെടുന്ന കട്ട്ലിപ്സിനെ കാണാനുള്ള സ്പീഡിൽ ഡ്രൈവർ ഞങ്ങളെയും കൊണ്ട് പായുകയാണ് കേട്ടോ ഈ കാട്ടിലൂടെ. ഇതാ കിടക്കുന്നു കിങ് ഓഫ് കബനി. പക്ഷേ ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം തോന്നി. കാരണം അവനെ അങ്ങ് അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം. ഇതാ കിടക്കുന്ന കണ്ടോ, ഇവനാണ് കട്ട്ലിപ്സ്. പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകാൻ സാധ്യതയില്ല, കാരണം അതിൻ്റെതായ പരിമിതികളുണ്ട്. എങ്കിലും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് ഞങ്ങളെ ഒന്ന് മിന്നിച്ചേക്കണേ. അങ്ങനെ കുറച്ച് നേരം അവനെയും കണ്ട്, അവൻ ഞങ്ങളെ കണ്ടിട്ടാണോ എന്നറിയില്ല, അവൻ്റെ ഉറക്കത്ത് വല്ലാതെ ഡിസ്റ്റർബൻസ് തോന്നി. അവനുള്ളിലേക്ക് അവൻ്റെ ടെറിട്ടറിയിലേക്ക് അങ്ങ് കയറുക, അങ്ങ് അകത്തോട്ട് പോയി. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ കടുവയെ കണ്ടതും തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു സ്ഥലം തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇതൊരു കൃഷി സ്ഥലമാണ്. ഇവിടെ കുറേ കർഷകർ എന്ന് കൃഷി ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിൻ്റെ തൊട്ടടുത്താണ് കബനി കാടിൽ കബനിയുടെ കിങ് ഓഫ് കബനിയുടെ വിശ്രമവും. ഇതിൻ്റെ ഇടയ്ക്കൊരു ഫെൻസിങ്ങും ഒരു ഇടയ്ക്ക് ഉണ്ടെങ്കിലും തൊട്ടടുത്താണ് അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി കേട്ടോ. അങ്ങനെ കട്ട്ലിഫിനെ കാണാൻ വേണ്ടി എത്തിയ വാഹനങ്ങളുടെ തിരക്കാണ്. അങ്ങനെ കാടിൻ്റെ അകത്തും ട്രാഫിക് ജാം കണ്ടു. അങ്ങനെ കബനി ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് നൽകി. കബനിയുടെ സഫാരി ഏതായാലും തീരുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ഞങ്ങളുടെ യാത്രയും ഇന്നത്തെ അസ്തമിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും പോകാൻ നേരത്തെ ഞങ്ങൾക്കൊരു ചെറിയൊരു കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തുടക്കക്കാരെന്ന നിലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതും നിങ്ങൾ സഹകരിച്ച് അതിൻ്റെ പോരായ്മകൾ കമൻ്റ് അറിയിച്ച് ഞങ്ങൾക്ക് തിരുത്താനുള്ള ഒരു ആവേശവും ഒക്കെ നിങ്ങൾക്ക് നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും വരും കബനിയിലേക്ക് നല്ല കാഴ്ചകൾക്കായി എല്ലാ എക്യുപ്മെൻസും മുൻകരുതലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കബനി യാത്ര സൈനിങ് ഓഫ് റാഫി ആൻഡ് യൂനസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.